നമസ്കാരം. ഡോക്ടർ ഹാരിസിനെ ഓർമ്മയുണ്ടാവുമായിരിക്കുമല്ലോ അല്ലേ? അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ ശസ്ത്രക്രിയ വരെ മാറ്റിവെക്കേണ്ട അവസരം വന്നപ്പോഴും പലതവണ നമ്മുടെ അധികാരികളെ അറിയിച്ചിട്ടും ഒരു പ്രയോജനവുമില്ലാതെ അവസാനം മീഡിയകൾക്ക് മുമ്പിൽ, അതായത് പൊതുജനത്തിന് മുമ്പിൽ മെഡിക്കൽ കോളേജിന്റെ ദുരവസ്ഥ വിവരിച്ചു തന്ന ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ്. അദ്ദേഹത്തെ അന്ന് നമ്മുടെ സിസ്റ്റം പറഞ്ഞത് അദ്ദേഹം വളരെ നല്ല കാര്യമാണ് ചെയ്തത്, അദ്ദേഹം നല്ലൊരു ഉദ്യോഗസ്ഥനാണ്, സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാഴ്ത്തിയതാണ് അദ്ദേഹത്തെക്കുറിച്ച് അന്ന്. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു ഇതിനെല്ലാം ഒരു പരിഹാരം കാണും എന്നാണ് വിചാരിച്ചത്. അദ്ദേഹവും ആ വിചാരത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ ഇന്നിപ്പം പറയുന്നത് അവരുടെ സ്വാഭാവിക നടപടികളാണ്. അവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പം അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു. അദ്ദേഹം അങ്ങനെ പ്രതികരിക്കാൻ പാടില്ലായിരുന്നു, അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പണ്ടുള്ളവർ പറയത്തില്ലേ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന അവിടെ മാത്രം അറിഞ്ഞാൽ മതി, ഇതുപോലെ അപ്പുറത്ത് ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അതുപോലെ കുറ്റങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. അതേപോലെ തന്നെ ഒരു കുറ്റവും കൂടെ കിട്ടിയിട്ടുണ്ട്. അവരുടെ സിസ്റ്റം അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് MB ഫണ്ടിൽ നിന്നും വാങ്ങിയ ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് മിക്കവാറും അത് പുള്ളി എടുത്തുകൊണ്ട് പോയെന്നാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു സിസ്റ്റം പറഞ്ഞു വരുന്നത്. എന്തായാലും കൊള്ളാം, പുള്ളിയെ അന്ന് ചേർത്ത് നിർത്തുമെന്ന് പറഞ്ഞ ആ സിസ്റ്റം ഇപ്പം ചേർത്ത് നിർത്തി കഴുത്ത് ധരിച്ച് കൊല്ലുന്ന അവസ്ഥ എത്തിയെന്ന് നമുക്ക് ഇന്ന് അദ്ദേഹം മീഡിയകളുടെ മുമ്പിൽ വന്ന് ഇന്ന് പൊട്ടിക്കരയുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സാധാരണ മീഡിയകൾ ഒരു തരത്തിലും ഒരാളെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കത്തില്ല. അവർ കുത്തി ചോദ്യങ്ങൾ ചോദിക്കുന്ന, പക്ഷെ നമുക്ക് കാണാൻ സാധിക്കാം മീഡിയയിൽ അദ്ദേഹം മിണ്ടാതെ ഇറങ്ങിപ്പോയിട്ട് ഒരാളും പുറകെ പോവുകയോ വീണ്ടും ഒരു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുറകെ ചെല്ലുകയോ ഒന്നും ചെയ്തില്ല. ആ മീഡിയക്കാരുടെ ശരിക്കും അവരും മനുഷ്യരാണല്ലോ അല്ലേ, അവരുടെയൊക്കെ മുഖത്തറിയാം അദ്ദേഹം അനുഭവിക്കുന്ന വേദനയുടെ ഒരു ഭാഗം അവർക്കും മനസ്സിലായി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളതാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ മോഷണക്കുറ്റം മിക്കവാറും ഈ ഡോക്ടർ ഹാരിസിന് തലേ വരുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ സിസ്റ്റം മീഡിയകളോട് പറഞ്ഞു വെക്കുന്നത് തന്നെ. ഇതെല്ലാം സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്, ഈ സിസ്റ്റത്തിൽ ഇങ്ങനെയൊക്കെയാണ്, അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെ നിന്നാൽ മതി എന്നാണ് അവർ അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?